നമസ്കാരം. ഉണ്ട എന്ന മലയാളം ചലച്ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് പറഞ്ഞ ഒരു കാര്യം പരിശോധിക്കേണ്ടതുണ്ടെന്ന് തോന്നി. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. അദ്ദേഹം അവകാശപ്പെടുന്നത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നും ആ സംഭവം പിന്നീട് തെളിയിക്കപ്പെട്ടു എന്നൊക്കെയാണ്. EVM ഹാക്കിങ്ങിനെ കുറിച്ചുള്ള വിവാദങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ EVMന്റെ വിശ്വാസ്യതയെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി എന്നതാണ് വസ്തുത. അങ്ങനെ ആദ്യം സംശയം ഉന്നയിച്ച വ്യക്തികളിൽ പ്രമുഖൻ സയ്യിദ് സുജ എന്ന സൈബർ എക്സ്പെർട്ടാണ്. റേഡിയോ സിഗ്നലിംഗ് മുഖേന ഒരു ഓൺലൈൻ ടാമ്പറിംഗ് ആണ് നടന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. പിന്നീട് ഇതേ വാദം തന്നെ രാജ്യത്തിനകത്തുള്ള പലരും ഏറ്റുപിടിക്കുകയുണ്ടായി. അതോടെ ഈ വിഷയം ഇന്ത്യയിലെ വിവിധ കോടതികളിലും കേസായി. EVM ഹാക്ക് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ ഡെമോൺസ്ട്രേഷൻ പോലും പലരും പല രാജ്യങ്ങളിൽ നിന്നും കാണിക്കുകയുണ്ടായി. അങ്ങനെ ഇന്ത്യയിലെ കോടതികളും ഈ വിഷയം വളരെ ഗൗരവകരമായി തന്നെയാണ് എടുത്തത്. കോടതി ഇലക്ഷൻ കമ്മീഷന് നോട്ടീസൊക്കെ അയച്ചു. ഇലക്ഷൻ കമ്മീഷനും ഈ കേസിലൊക്കെ കക്ഷിയായി. സൈബർ വിദഗ്ധന്മാരുടെ അവകാശവാദമെല്ലാം പരിശോധിച്ചു. അവിടെ അവർ ഡെമോൺസ്ട്രേഷൻ ഉപയോഗിച്ചതൊന്നും ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള EVM മെഷീനുകൾ ആയിരുന്നില്ല. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന EVM മെഷീനുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയോ അല്ലെങ്കിൽ ചിപ്പുകളോ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള റേഡിയോ സിഗ്നലുകളും അയക്കാനോ സ്വീകരിക്കാനോ കഴിയുകയുമില്ല. ആയതിനാൽ തന്നെ വിദൂരത്തിരുന്നു കൊണ്ട് ഇത് ഹാക്ക് ചെയ്യാം എന്ന് വിശ്വസിക്കുന്നത് ഒരു ഭാവനാ സൃഷ്ടി തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഫിസിക്കൽ ടാമ്പറിംഗ് ആണ്. പലരും EVM മെഷീൻ ഹാക്ക് ചെയ്യപ്പെടുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇന്നുവരെ ആർക്കും കോടതിയുടെ മുന്നിൽ വെച്ച് അത് തെളിയിച്ച് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ EVMനെതിരായിട്ട് ഇന്ത്യൻ കോടതികളിൽ നടന്ന ഒരു കേസിലും ആരോപണം ഉന്നയിച്ചവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. EVMനെ ഏതെങ്കിലും വിധത്തിൽ ഫിസിക്കലി ടാമ്പർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡേറ്റ മുഴുവൻ അഴിഞ്ഞു പോവുകയും അതുപോലെ തന്നെ ഈ മെഷീൻ പ്രവർത്തനരഹിതമാവുകയും ചെയ്യും. ഈ ഒരു കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയെ വരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്നിരുന്നാലും ഓരോ ഇലക്ഷന് മുന്നോടിയായും EVMനെതിരെ കേസുകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു അഡീഷണൽ സേഫ്റ്റി എന്നുള്ള രീതിയിലാണ് VVPAT വന്നത്. ഇപ്പോൾ നടക്കുന്ന ഇലക്ഷനിടയിൽ പോലും VVPATനെതിരായിട്ടും ഒരു കേസ് ഉണ്ടായിരുന്നു. അതിൽ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പോലുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടത് EVMനൊപ്പം തന്നെ എല്ലാ VVPAT സ്ലിപ്പുകളും എണ്ണണമെന്നായിരുന്നു. ഈ കേസും സുപ്രീം കോടതി തള്ളുകയായിരുന്നു. ഇവിടെയും ചിലർക്കെങ്കിലും ചില സംശയങ്ങൾ ഉണ്ടാവാം, കോടതികൾ മുഴുവൻ BJPയുടെ കീഴിലല്ലേ എന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ന്യൂസ് ക്ലിക്കിന്റെ സ്ഥാപകനായ പ്രബീർ പുർക്യാസ്തയ്ക്കും പുറത്തു വരാൻ കഴിയില്ലായിരുന്നു. EVM ഹാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഇന്ന് വരെ കോടതികളിൽ ആർക്കും തെളിയിക്കാൻ കഴിയാത്ത ഒരാരോപണമാണ്. പണ്ട് ഇന്ദിരാഗാന്ധി തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരുന്നപ്പോഴും ബാലറ്റ് പേപ്പറിനെ കുറിച്ചും സമാനമായ രീതിയിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് റഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരുതരം രാസവസ്തു ഉപയോഗിച്ചുള്ള മഷി ഉപയോഗിക്കുന്നു എന്നതാണ്. ഈ രാസവസ്തുവിൻ്റെ പ്രവർത്തനം മൂലം ഇവർ ഉദ്ദേശിക്കുന്ന ചില വോട്ടുകൾ മായ്ച്ചു കളയാം എന്നുള്ളതൊക്കെയാണ്. ഇതൊന്നും അന്നത്തെ കാലത്തും കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കിവിടെ തിരക്കഥാകൃത്തിലേക്ക് തിരിച്ചു വന്നാൽ അദ്ദേഹം പറയുന്നത് EVM ടാമ്പറിംഗ് നടത്തിയത് തെളിയിച്ചു എന്നാണ്, അല്ലെങ്കിൽ ആ കുറ്റം തെളിയിക്കപ്പെട്ടു എന്നൊക്കെയാണ്. അങ്ങനെ ഒരു കുറ്റം തെളിയിക്കപ്പെട്ടതായി ഇന്റർനെറ്റിലോ പത്രങ്ങളുടെ ആർക്കൈവുകളിലോ എങ്ങും കാണാൻ കഴിയുന്നില്ല. ഈ കേസിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാൻ വഴിയുണ്ടോ എന്ന് അന്വേഷിച്ച് ചില അഭിഭാഷക സുഹൃത്തുക്കളെയും ഞാൻ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ രാജ്യത്ത് അങ്ങനെ ഒരു കേസും തെളിയിച്ചിട്ടില്ല എന്നതാണ് അവരുടെയും മറുപടി. ആ നിലയ്ക്ക് ഇത് പറഞ്ഞ ആള് തന്നെ ഈ തെളിയിക്കപ്പെട്ട കേസിന്റെ ജഡ്ജിമെന്റ് ഒന്ന് പുറത്തുവിട്ടാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ആ കേസ് നമ്പരോ FIRന്റെ നമ്പരോ എങ്കിലും കിട്ടിയാൽ മതി. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ വേറെ ആരും വീഡിയോ ചെയ്തില്ലെങ്കിലും എനിക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ട്. രാജ്യത്ത് EVM ഹാക്കിംഗ് നടക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഒരു സിനിമയൊക്കെ ചെയ്യാൻ ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതൊരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമായി കാണാം. രാജ്യത്ത് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കേണ്ടവർക്ക് അങ്ങനെയും വിശ്വസിക്കാം. അല്ലാതെ പുറത്തു വന്നിട്ട് ഇങ്ങനെ ഒരു കേസ് തെളിയിക്കപ്പെട്ടു എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.